ശ്രീ ജയകുമാർ സി, അങ്ങൊരു രാഷ്ട്രീയ അഭിപ്രായം പറയുന്ന ആളല്ല, പക്ഷേ അങ്ങേക്ക് ഇതേക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ട്. ഈ 10 വർഷം വെളിച്ച വിപ്ലവത്തിന്റെ കാലമെന്നാണ് സർക്കാർ വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെ വെളിച്ച വിപ്ലവത്തിൻ്റെതായ പദ്ധതികൾ, കാര്യമായി എടുത്തു പറയാവുന്ന പദ്ധതികൾ ഈ 10 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഈ വൈദ്യുതി ക്ഷാമം നേരിടാനുള്ള അത്തരം ഗംഭീരമായ പദ്ധതികൾ ഈ 10 വർഷത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ശരിയാണ്, ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഉണ്ടായിരുന്നില്ല. അത് പക്ഷേ മുൻ സർക്കാരിൻ്റെ കാലത്ത് ചെയ്ത കാര്യങ്ങളുടെ തുടർച്ചയായി സംഭവിച്ച നേട്ടമാണ് എന്ന് UDF അവകാശപ്പെടുകയും ചെയ്യുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പറയുന്ന പീക്ക് അവർ മാനേജ്മെൻറ്റ് എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതാണോ, അതോ ഇത് ഒരു അൺഫോഴ്സിങ് സിറ്റുവേഷൻ, ഇപ്പോൾ യുദ്ധമുണ്ട്, യുദ്ധകാലത്തും കൂടിയുള്ള ഒരു പ്രതിബദ്ധങ്ങൾ നമ്മൾ നേരിടുകയാണ്, അപ്പോൾ അത് മാത്രമല്ല എന്നുള്ളൊരു ഘടകം കൂടിയുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? എനിക്ക് തോന്നുന്നു ഞാനിതിനെ കുറച്ചുകൂടെ മാറിയാണ് കാണാൻ നോക്കുന്നത്. ഒന്ന്, കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ തനത് ഉൽപ്പാദനം എന്നുള്ളതിൻ്റെ പരിമിതികളെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറേയും കൂടെ നാഷണൽ ഗ്രിഡിനോട് കണക്ട് ചെയ്യാനും ഗ്രിഡിൽ നിന്ന് എടുക്കാനൊക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു ഐസൊലേറ്റഡ് ഒരു കേസുള്ളത് പെരിങ്ങനം ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ സഹകരണത്തോടെ ജനങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പ്രാദേശികമായിട്ടുള്ള ഉൽപ്പാദന വിതരണ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്ത ഒരു ഇനീഷ്യേറ്റീവാണ് കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരിന്. പക്ഷേ അത് വളരെ ചെറിയൊരു ഊർജ്ജ ഉൽപ്പാദനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിലൊക്കെ പറയുന്നൊരു കാര്യമുള്ളത്, കമ്മ്യൂണിറ്റി സ്റ്റോറേജിലേക്ക് എത്താനായിട്ട് സർക്കാർ പല കാര്യങ്ങൾ ആലോചിച്ചെങ്കിലും അത് പല സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് എത്തിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സാങ്കേതിക തടസ്സങ്ങളെക്കുറിച്ചൊക്കെ കാണുന്നതിൽ എനിക്ക് തോന്നുന്നു, ഞാൻ കാണുന്ന ഒരു പ്രധാന പ്രതിസന്ധി ഉള്ളത്, ഇത് നമ്മുടെ യുദ്ധത്തിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പിടിക്കാം, കുറച്ച് അധികം ഗ്യാസിൻ്റെയൊക്കെ വലിയ ശോഷണം ഉണ്ടായതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡീഷണൽ കൺസംഷൻ യുദ്ധത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഫണ്ടമെൻ്റൽ ഇഷ്യൂ ഉള്ളത് ഒരുപക്ഷെ അതിനേക്കാളും ഉള്ളത് നമ്മുടെ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു സ്റ്റാഗ്നേഷനാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു 5000 മെഗാവാട്ടിൻ്റെ സ്റ്റാഗ്നേഷൻ, ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ള സ്റ്റാഗ്നേഷനാണ്. അതിനെ മാറ്റി രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യായിരുന്നു. ഒന്നുകിൽ നമുക്ക് ഓഫ് ഗ്രിഡ് ലെവലിലേക്ക്, ഇപ്പോൾ നമുക്ക് കേരളത്തിലുള്ള സോളാർ ഉൽപ്പാദനങ്ങളൊക്കെ തന്നെ എല്ലാം ഓൺ ഗ്രിഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലോ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലോ ആ ഉൽപ്പാദനം കൊണ്ട് വലിയൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല. കാരണം പകൽ സമയത്ത് KSEBക്ക് മറ്റ് ഓപ്ഷനിലും കിട്ടാവുന്ന വൈദ്യുതിയുണ്ട്. ഇത് പ്രാദേശികമായിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് ആ ഒരു സാധ്യത വലിയൊരു മെച്ചമുണ്ട്. ഞാൻ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള പറയുന്ന ഒരു KSEBയുടെ ബിസിനസ് മോഡലിൽ നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ മെച്ചം ഉണ്ടാകുന്നു. ഡിമാൻഡ് വരുമ്പോൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ സ്റ്റോറേജ് സാധ്യതയില്ലാത്തതുകൊണ്ട്, സംവിധാനം ഒരുക്കാത്തതുകൊണ്ട്. അതെ, തീർച്ചയായിട്ടും സ്മൃതി പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്. ഒന്ന്, സംവിധാനം ഒരുക്കിയിട്ടില്ല. മറുവശത്ത് ചെയ്യാവുന്നൊരു കാര്യമുള്ളത്, നമുക്ക് പരമാവധി ആൾക്കാരെ കൊണ്ട് ഓഫ് ഗ്രിഡിലേക്കോ അല്ലെങ്കിൽ സ്വന്തമായി സ്റ്റോറേജ് സംവിധാനങ്ങൾ ഉണ്ടാകാനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കാമായിരുന്നു. നമുക്ക് ഒരുപക്ഷെ നമ്മളൊരു ഇടതുപക്ഷ ഗവൺമെൻറ് എന്നൊക്കെ പ്രതീക്ഷിക്കുന്നൊരു കാര്യമുള്ള ഒരുപാട് വികേന്ദ്രീകൃത സംവിധാനങ്ങളിലൂടെ നമുക്കൊരു ഗ്രിഡിലേക്കുള്ള ലോഡ് കുറക്കാനുള്ളൊരു ശ്രമം നടക്കണമായിരുന്നു. അത് നടന്നിട്ടില്ല. അത് കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ സോളാർ സാധനങ്ങളുടെയും വലിയ ഒരു 5 kV 10 kV വരുന്നതൊക്കെ തന്നെ ഓൺ ഗ്രിഡാണ് വരുന്നത്. അതിൽ സ്റ്റോറേജ്, സ്മൃതി കൃത്യമായിട്ട് പറഞ്ഞ സാധനം സ്റ്റോറേജ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഈ പരിമിതമായ ഗ്രിഡിനെ വലുതാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുമില്ല. നമ്മൾ ലോഡ് കുറക്കാനായിട്ടുള്ള ഓഫ് ഗ്രിഡിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ പെരിങ്ങനം ബോർഡിലെ ചില മാതൃകകൾ നമ്മൾ വളരെ പെട്ടെന്ന് നടത്താനോ. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുണ്ട്. പഞ്ചായത്തുകൾക്ക് വിഭവങ്ങൾ അതിനുവേണ്ടി കൊടുക്കാനും നമുക്ക് സർവീസ് പ്രൊവൈഡേഴ്സിനെ കൊണ്ട് കൃത്യമായി പ്രാദേശിക തലത്തിലൊരു പ്രാദേശിക സ്റ്റോറേജ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ചെയ്യായിരുന്നു. അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിമർശനമുള്ളത്. കാരണം നമുക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റേഷൻ, അത് ഗ്രിഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റേഷൻ നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമായിട്ട് വർഷങ്ങളായി. അപ്പോൾ അതിലൊരു പക്ഷേ പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാവും. ഒരുപക്ഷെ കേരളത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. പക്ഷേ അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത്, ഇതിൽ ഈ ഗ്രിഡിലേക്ക് വരുന്ന ലോഡിനെ പരമാവധി ഡൈവേർട്ട് ചെയ്യാനായിട്ട് അതിനുള്ള പ്രോത്സാഹനങ്ങൾ, അതിനുള്ള മോട്ടിവേഷൻ കൊടുക്കാനോ അതിനുള്ള അവയർനെസ് കൊടുക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ ഈ പറയുന്ന വികേന്ദ്രീകൃത ഭരണ മാതൃകയുടെ ഒരു വലിയ ക്യാപിറ്റലൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു സ്റ്റോറേജിലേക്കും കുറേ കാര്യങ്ങൾ നമ്മൾ ഓഫ് ഗ്രിഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത്തരത്തിലൊക്കെയുള്ള ഒരു
നമുക്ക് പ്രതീക്ഷ തരുന്ന സംവിധാനങ്ങളൊന്നും തന്നെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിമിതികൾ. രണ്ടാമത് അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കപ്പാസിറ്റി കൂട്ടാനുള്ള ശ്രമങ്ങൾ നടക്കണമായിരുന്നു. അതും നടന്നിട്ടില്ല. അതുകൊണ്ട് ഉള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ നമുക്ക് ഒരുപാടൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിട്ടുള്ള അഭിലാഷ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് എൽനിനോ എഫക്റ്റ് നമുക്ക് മെയ്യിലാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഫോർമേഷൻസ് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും ആഗോള കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടും ഉണ്ടായിട്ടുള്ള അമിതമായിട്ടുള്ള ചൂടാണ്. ഈ അമിതമായിട്ടുള്ള ചൂട് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്തതാണ്. വാർ ഒഴിച്ച് ബാക്കിയെല്ലാം നേരത്തെ പ്രിഡിക്റ്റ് ചെയ്തതാണ്. നമുക്ക് പല കാരണങ്ങളുണ്ടാകും. എനിക്ക് കാരണങ്ങളുടെ എനിക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല സ്മൃതി പറഞ്ഞ പോലെ ഞാൻ രാഷ്ട്രീയമായിട്ട് കാണാനും ശ്രമിക്കുന്നില്ല. പക്ഷേ ഒരു വസ്തുതയുള്ളത് നമുക്കിവിടെ നമ്മുടെ സംവിധാനങ്ങളുടെ പരാജയമായിട്ട് തന്നെ കാണേണ്ടി വരും. കാരണം നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ഇല്ലാതാവുമ്പോഴേക്ക് അതിനോട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും പ്രാദേശിക ജലവിതരണ സംവിധാനങ്ങൾ പാളം തെറ്റുകയാണ്. അത്തരത്തിലുള്ള പല വലിയ ആഘാതങ്ങൾ സാധാരണ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതും പലതരത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും അത് കുട്ടികളുടെ നമ്മളൊരു ചൈൽഡ് റൈറ്റ്സിൻ്റെ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉള്ള സൗകര്യങ്ങൾ പോവുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ഉറങ്ങാനും അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാണ്ടാവുന്നു തൊട്ട് അത് തിരിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഈ കളിക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങൾ പോകുമ്പോഴേക്കും മറ്റു തരത്തിലുള്ള മൊബൈൽ ഫോണിലേക്കോ മറ്റു തരത്തിലുള്ള സെഡൻഡറി ആക്ടിവിറ്റീസിലേക്കും ചുരുങ്ങുന്നു. അത്തരത്തിൽ വളരെ വളരെ കോംപ്ലക്സ് ആണ് ഈ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. തീർച്ചയായും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.